ഇവിടെ മാത്രമുള്ള ഒരു ഏർപ്പാടാ. അമ്മച്ചിപ്പൂരത്തിന് എല്ലാ കരയെന്നും കളിക്കാരെത്തും. കള്ളന്മാരാ കൂടുതലും. പലപ്പോഴും വെട്ടും കുത്തും വരെ നടന്നിട്ടുണ്ട്. അതിപ്പോയി പെട്ടതാ. തോറ്റപ്പോ വാശിയായി. കാശിന് വേണ്ടിയിട്ട് ഇതിന്റെയൊക്കെ ആധാരം വീട്ടിൽ നിന്ന് കട്ടെടുത്ത് വല്യത്തേന്റെ അടുത്തുകൊണ്ട് പണം വെച്ചു. അത് പോയി. വേണ്ടാത്ത പണിയായി പോയി. പിന്നെ എന്റെ ജാതകത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു 20 വയസ്സ് വരെ എനിക്ക് കഷ്ടപ്പാടും ചീത്ത സമയമാണെന്ന്. പിന്നെയോ? പിന്നെ അത് ശീലായിക്കളും കുഴപ്പമില്ലെന്ന ജോത്സ്യം പറഞ്ഞേ. അപ്പൊ ജീവിതം മുഴുവനും തനിക്ക് ചീത്ത സമയാ? ഇനിയിപ്പ അങ്ങോട്ട് ശുക്രനാ. വൈകാതെ വല്യത്താന്റെ കയ്യിൽ നിന്ന് എല്ലാം തിരിച്ചു വാങ്ങും. അതിനുള്ള കാശിപ്പം തന്റെ കയ്യിലുണ്ടോ? കയ്യിലില്ല, പക്ഷെ കയ്യെത്തും ദൂരത്തുണ്ട്. എന്നുവെച്ചാ തന്റെ ബാഗിലോ ഒരു കടുങ്കഥ പറഞ്ഞാടോ. കാശ് കൊടുത്ത് ഞാൻ ഈ വയലൊക്കെ തിരിച്ചു വാങ്ങും. എന്നിട്ട് വിത്ത് വിതയ്ക്കും, കൊയ്യും. കൊയ്ത്ത് നടക്കുമ്പോ ഞാൻ എന്റെ അച്ഛനെയും തോളിക്കേറ്റി അതിന്റെ ഇടയിൽ കൂടി മുതലാളിയായിട്ട് അങ്ങനെ നടക്കും. അച്ഛന് വലിയ സന്തോഷാവും. പിന്നെ ദാ അവിടെ ഒരു നല്ല കൊച്ചു വീട്. അവിടെ ഞാനും എന്റെ അച്ഛനും. നിങ്ങൾ രണ്ടുപേരും മാത്രായ ബോറടിക്കില്ലേ? കൂട്ടിനൊരാളാവാം, പക്ഷെ വലിയ സൗന്ദര്യമൊന്നും വേണ്ട. ഒരു സാധാരണ ഐശ്വര്യ പോലൊരു പെണ്ണ്. ഓ, എന്നാ പിന്നെ ഐശ്വര്യ റോയ് തന്നെ കെട്ടിക്കൂടെ? അല്ല, അവർക്ക് അവരുടേതായ ചില സ്വപ്നങ്ങൾ ഉണ്ടാവില്ലേ? നമ്മൾ പെട്ടെന്ന് പറയുമ്പോ അതൊരു ബുദ്ധിമുട്ടായാലോ. എന്നെ പറ്റി എന്താ വിചാരിക്കുക? എന്നിട്ടെന്താ, ഞങ്ങളും ഞങ്ങളുടെ കുട്ടികളും അവരുടെ മക്കളും ഒക്കെ ആയിട്ട് അങ്ങനെ സന്തോഷമായിട്ട് ജീവിക്കും. വലിയ അത്യാഗ്രഹമൊന്നുമില്ല കേട്ടോ. ഒരു 10-100 വർഷം കഴിഞ്ഞുകൂടി പോയാ മതി. ചില്ലറ മോഹമൊന്നുമല്ല. ഒക്കെ നടക്കുന്നേ. എന്റെ സ്വപ്നവും തന്റെ സ്വപ്നം ഒക്കെ നടക്കും. എന്റെ കാര്യം എനിക്കറിയില്ല. താൻ ധൈര്യമായിട്ടിരിക്കണോ? ഞാൻ തന്റെ കൂടെ ഉണ്ട്. നമ്മളിപ്പോ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയില്ലേ? തന്നെ കെട്ടാൻ പറ്റില്ലെന്നെങ്ങാനോ ചെക്കൻ പറഞ്ഞ ഇടിച്ച് ഞാൻ എന്റെ പരിപ്പെടുക്കും. അല്ലെങ്കിൽ ഞാൻ വേറെ എന്തെങ്കിലും എടുക്കും. ഫെലിക്സ് പാവാ, എന്തെങ്കിലും കുടുക്കില് പെട്ടതാവും. എന്നാ ഞാൻ തന്റെ കൂടെ വന്ന് അയാൾ ആ കുടുക്കി നൂരി തന്റെ കയ്യിലിട്ട് തരും. പോരെ? താൻ വാ. വാടോ. എന്തായാലും നന്നായിട്ട് ചേരുന്നുണ്ട്. ഏട്ടാ, ഇവൻ എന്തിനാ അച്ഛനെ കൊണ്ടുവന്ന് ഇങ്ങനെ നോക്കൊത്തി പോലെ ഇരുത്തിയിരിക്കുന്നത്? അവൻ എന്തെങ്കിലും ചെയ്യട്ടെ. കാര്യമൊക്കെ ശരി. മോതിരം മാറ്റി ദിവസം ഉറപ്പിച്ച് ചെറുക്കൻ ഇറങ്ങിയാൽ ഉടനെ ഇന്ദുന്റെ ഓപ്പോളുടെയും കയ്യിൽ നിന്ന് ഒപ്പിട്ട്. അത് ഞാൻ ഏറ്റു. മുദ്രപത്രം എവിടെ? അതൊക്കെ എന്റെ കയ്യിലുണ്ട്. അവരെത്തി. നമസ്കാരം. വണ്ടി വഴിക്ക് വെച്ച് 2 തവണ ബ്രേക്ക് ഡൗൺ ആയി. അതാ ലേറ്റ് ആയ. നമസ്കാരം. ഇത് ഏട്ടത്തിമാര്. നമസ്കാരം. ഇത് പെണ്ണിന്റെ ഏട്ടന്മാരാ. മാധവന്മാരുടെ മാഹില ഇൻകം ടാക്സില്. ഇദ്ദേഹം ഫിനാൻസ് സെക്രട്ടറിയാ. ഇത് പ്രതാപൻ. തടിക്കച്ചവടം എസ്റ്റേറ്റും ഒക്കെയാ ബിസിനസ്. സന്തോഷം. അങ്ങോട്ടിരിക്കാം. അങ്ങോട്ടിരിക്കാം. വന്നാട്ടെ. അങ്ങോട്ടിരിക്കാം. അല്ല, ഈ ചെക്കൻ അങ്ങനൊന്നുമില്ല. അതെ, ഒക്കെ ഒരുക്കിയിരിക്കുക. അങ്ങോട്ട് കയറിയ മോതിരം മാറിയാൽ ചടങ്ങ് തീരും. ആയിക്കോട്ടെ. ചടങ്ങ് നടക്കട്ടെ. ആ മോതിരം തട്ടിൽ നിർത്ത് വിരലി കിട്ടുള്ളൂ. എന്തിനെ കെട്ടാൻ പോകുന്ന ഇയാളാണോ? എന്താ സംശയം? ഞാൻ തന്നെയാ പയ്യൻ. അയ്യനാ? എത്ര കൊല്ലം മുമ്പ് ഉപ്പ് സത്യാഗ്രഹത്തിന്റെ ഫോട്ടോയിൽ ഗാന്ധിജിയോടെ ഇയാളെ കണ്ടിട്ടുണ്ടല്ലോ. അതോട്ടാ എന്താ? നീ മാറിക്കടാ. ഞാൻ ഇടപെടും. എന്റെ കൂടി അച്ഛനോട് ചോദിച്ചു നോക്ക. ചിലപ്പോ ഇയാൾ അച്ഛനോട് പഠിച്ചിട്ടുണ്ടാവും. ഞാൻ സ്കൂളിലൊന്നും പഠിച്ചിട്ടില്ല. ഇതിവിടെ നടക്കില്ല. തന്തയുടെ പ്രായമുള്ള ഒരുത്തന് വെച്ചു വളർത്താനും വിഴുപ്പലക്കാരും എന്റെ പെങ്ങളെ ഞാൻ അയക്കില്ല. ഇരിക്കണ്ടില്ലേ? ഈ കല്യാണം കൂടാന് തൊലിക്കാനല്ല നിന്നെ വിളിച്ച. എങ്കിലും ഈ കിളവന്റെ കൂടെ നമ്മുടെ ഇന്ദുവിനെ. നമ്മുടെയോ? അങ്ങനെയൊന്നുണ്ടോ? ഉണ്ടായിരുന്നല്ലോ തറവാടിന്റെ ആധാരം വരെ വെച്ച് കളിച്ച് കളഞ്ഞു കുളിച്ചിട്ട് ഇറങ്ങി പോയതല്ലേ നീ? എന്നിട്ട് എവിടെയായിരുന്നു ഇത്രയും നാളും? ഇവിടെ ആരെങ്കിലും ജീവിച്ചിരിപ്പുണ്ടോ, ചത്തോ എന്തെങ്കിലും ഇതുവരെ അന്വേഷിച്ചിട്ടുണ്ടോ നീ? പറമ്പിന്ന് വീണിട്ടണ പറക്കി വിറ്റും ഈ അച്ഛന് വച്ചും വിളമ്പി ഇട്ടുമ്പോ വഴി കൂടി പോണവരുടെ വാദ്യം മുട്ടും ചൂളം വിളിയും കേട്ടു ജീവിതം മുഴുവൻ ഈ പെണ്ണീച്ച് അവിടെ തന്നെ കിടക്കണോ? തൊണ്ടും തൊടി അന്തസ്സുക്കുള്ള ആംഗളമാരെ തീരുമാനിച്ച കല്യാണല്ലേ? അവരുടെ തലയിലെഴുത്ത് ഇതാണെങ്കിൽ ഇത് തന്നെ നടക്കട്ടെ. ഓപ്പോൾ എന്ത് പറഞ്ഞാലും ഞാൻ അതിന് സമ്മതിക്കില്ല. ഈ കുടുംബം തൊലച്ചത് ഞാനാണെങ്കിൽ അത് രക്ഷിക്കാനും ഞാനുണ്ടാവും. ഇത്രയും നാള് കാത്തില്ലേ? കുറച്ചുകൂടി കാത്തൂടെ? ഇറച്ചിക്കോഴിയെ വെട്ടാൻ കൊടുക്കണോ അല്ലേ? എന്റെ പെങ്ങളെ കൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. എന്നാ പിന്നെ കൊണ്ടുപോടാ കൊട്ടാരത്തി തമ്പുരാനെ. ചെറിയേട്ടാ, എനിക്ക് വലിയ മോഹങ്ങളൊന്നുമില്ല. ഞാൻ എവിടെ വേണമെങ്കിലും പൊയ്ക്കോളാം. മോളെ, ഈ ഏട്ടൻ
ഒരുപാട് ദ്രോഹങ്ങൾ ഈ കുടുംബത്തോട് ചെയ്തു കൂട്ടിയിട്ടുണ്ട്. അതൊക്കെ അറിവുകേട് കൊണ്ട് അന്ന് പറ്റിപ്പോയതാ. തിരുത്താൻ ഒരിത്തിരി സമയം കൂടി ഏട്ടനെത്താ. കൊട്ടാരത്തിൽ നിന്നൊന്നും അല്ലെങ്കിലും നിനക്ക് ചേരുന്ന, നിന്നെ പൊന്നുപോലെ നോക്കുന്ന ഒരാളെ ഏട്ടൻ കൊണ്ടുവരും. വിശ്വസിക്കണേ ചെറിയേട്ടനെ. പോളെ അച്ഛാ, അച്ഛന്റെ സമ്മതം മാത്രം മതി എനിക്ക്. ഈ കല്യാണം അന്തസ്സായിട്ട് അച്ഛന്റെ മുമ്പിൽ വെച്ചാൽ നിർത്തും. അതിനുള്ള വഴി ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. ഒരിത്തിരി ദിവസം കൂടി എനിക്ക് തന്നാ മതി. അച്ഛന്റെ മനസ്സ് പറഞ്ഞാ മതി, എനിക്ക് മനസ്സിലാവും. ഇനി ആരുടെ സമ്മതം എനിക്ക് ആവശ്യമില്ല. ഇറങ്ങി പോയിക്കോ എല്ലാരും ഇവിടുന്ന്. അപ്പൊ താനിനി എങ്ങോട്ടാ പോവാ? ഒന്നും തീരുമാനിച്ചിട്ടില്ല. എവിടുന്നെങ്കിലും കുറച്ച് കാശുണ്ടാക്കണം. ഇവിടെ നിന്ന് ഭ്രാന്തായി പോവും. എല്ലാരെയും പിണക്കി പറഞ്ഞു വിട്ടിട്ട് ഇന്ദുവിനെ കെട്ടിച്ചയക്കാന്ന് വാക്കുകൊടുത്തതല്ലേ. അത് നടന്നില്ലെങ്കിൽ അച്ഛനും ഓപ്പോളും എന്നെ സ്നേഹിക്കുന്ന എല്ലാവരും എന്നെ ശപിക്കും. ആ ശാപം കിട്ടിക്കഴിഞ്ഞാ പിന്നെ ഒരിക്കലും ഞാൻ ഗുണം പിടിക്കില്ല. പിന്നെന്തിനാ ഒക്കെ കയറി ഏറ്റത്? മുന്നില് ഒരു വെട്ടം കണ്ടിരുന്നു. പക്ഷെ ഇപ്പോ പക്ഷെ താനെവിടെ പോയിരിക്കായിരുന്നു? ഞാനിന്ന് മൂത്രമൊഴിക്കാൻ പോയതാ. കണ്ണിക്കൂടി മൂത്രമൊഴിക്കുന്ന ഒരാളെ ഞാൻ ആദ്യമായിട്ട് കാണാം. താനെന്തിനാ കരഞ്ഞേ? ഏയ്, ഞാൻ കരഞ്ഞല്ലോ. കണ്ണിൽ കരട് പോയതാ. വണ്ടി വരുന്നുണ്ട്. ദാ ഇതിരിക്കട്ടെ. എന്റെ കയ്യിൽ ഇതേ ഉള്ളൂ. വഴിച്ചെലവിനോലും വേണ്ടേ. തന്റെ ആഗ്രഹങ്ങളൊക്കെ നടക്കും. ഞാൻ പ്രാർത്ഥിക്കാം. ഭൂമി ഉരുണ്ടല്ലേ. വിധിയുണ്ടെങ്കിൽ നമുക്ക് എവിടെയെങ്കിലൊക്കെ വെച്ച് എപ്പോഴെങ്കിലൊക്കെ കാണാം. ബൈ. ഇത് നോക്കി, ഇതല്ലേ തനിക്ക് വേണ്ടത്? എന്റെ കൂടെ വന്നാ, എന്റെ കാര്യത്തിന് കൂട്ടുനിന്നാ സമ്മാനായിട്ട് ഇത് തരാം.
ദാ വന്നു. ഇനി തന്റെ കല്യാണം നടത്തിയിട്ടുള്ളൂ ബാക്കി കാര്യം.